Yay! We are live! Hi everyone! Hello. Hi. ഹായ് എവ്രി വൺ. ഇന്ന് എൻ്റെ കൂടെ രേഷ്മയും സിബിയാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആനിസ് മഞ്ജു. ഞാൻ മോൺട്രിയാലിൽ 25 years ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് മെന്റർ കൂടിയാണ്. സോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ആർ യുവർ ടോപ്പ് ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഫോർ ബാലൻസിങ് ഫാമിലി, പേഴ്സണൽ ലൈഫ് ആൻഡ് ഓൺലൈൻ ബിസിനസ്. ഓക്കെ, അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ ഓൺലൈൻ ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്, ചിലർ ഫുൾ ആയിട്ട് ബിസിനസ്സിൽ മാത്രം ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ബിക്കോസ് as a mom, as a wife, as a daughter, sister-in-law, അങ്ങനെ മദർ-ഇൻ-ലോ, എല്ലാവരും ഉള്ള ഒരു ഫാമിലിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ സിബിയോട് ചോദിക്കാം. സിബി എങ്ങനെയാണ്? സിബി ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം ഒരു ബിസിനസ് മെന്റർ കൂടിയാണ്. സോ ഇതൊക്കെ എങ്ങനെയാണ് സിബിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? Thank you, Manju. So, I'm Sibi. Manju പറഞ്ഞ പോലെ ഞാൻ ഫുൾ ടൈം ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആണ് UK-ൽ. And I'm also a nurse educator. So, I'm working in higher education for the past 5 years. And എനിക്ക് 2 boys ആണുള്ളത്. അവരിപ്പം adults ആയി. But that doesn't mean my responsibilities like mom finishes there. I still like your responsibility just changes. Like you still have to contribute your time for them. Yes. And then of course I'm a wife, and then my parents are in India, but again like I keep in touch with them on a regular basis and go and meet them as well. So നമ്മള് ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത്. സോ at the moment in my house there's 4 of us, me, my husband, and the 2 boys. So before I started this business I started only this year. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നെന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ആയത്, എങ്ങനെ ഞാൻ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ക്രിട്ടിക്കൽ കെയറിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു ഡു 3 shifts per week and you have 4 days off. പക്ഷേ 4 days off എന്ന് പറഞ്ഞാലും ഇറ്റ്സ് യൂഷ്വലി യു ബുക്ക് an extra shift on that 4 days because you need that extra income for your needs, right? So but at that time for the benefit of the kids and for sacrificing for the education so that they can get the best education, all the extracurricular activities, and for on vacations to book them, to take them to places, you need that extra money, so you sacrifice that time. But നമ്മൾ അറിയുന്നില്ല അത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഈ ഫാമിലി ടൈം ഇവരായിട്ടുള്ള ടൈമാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. But anyway, I did that, so I'm here like for the past 22 years. So we've been doing that, me and my husband, back to back shift അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഹയർ എഡ്യൂക്കേഷനിൽ വന്നേ പിന്നെ എൻ്റെ ആ റൂട്ടീൻ മാറി. ഞാൻ 9 to 5 ആയി, മൺഡേ ടു ഫ്രൈഡേ. ആൻഡ് പിന്നെ ഞാൻ വീക്കെൻഡിൽ കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റ് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ക്രിട്ടിക്കൽ കെയറിൽ പോയി ചെയ്യും. പക്ഷേ ഈ എഡ്യൂക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ വർക്കിലെ റെസ്പോൺസിബിലിറ്റീസ് വേറെ രീതിയിൽ മാറുവാണ്. So before it was like all clinical. Now I have responsibilities of the students that are under me, studying. അപ്പൊ നമ്മള് ജസ്റ്റ് ടീച്ചിങ്, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചിങ് മാത്രമല്ല. സോ യു ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രഷൻ. അത് ഫ്രം സ്റ്റാർട്ടിങ് എ മോഡ്യൂൾ, ക്രിയേറ്റിംഗ് കണ്ടന്റ്സ്, ക്രിയേറ്റിംഗ് എ ലേണിംഗ് മെറ്റീരിയൽസ്, preparing and researching from any new evidence that is coming. Then it is about getting them prepared for the assessments, exams. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും തീർന്നു, പക്ഷെ എക്സാംസ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കുറെ വർക്ക്. ഇത്രയും പിള്ളേരുടെ പേപ്പർ മാർക്ക് ചെയ്യണം, നമ്മൾ എസ്സേ റീഡ് ചെയ്ത് മാർക്ക് ചെയ്യണം, അങ്ങനെ കുറെ. അപ്പൊ ആദ്യത്തെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സോ
I was like 9 to 5, I was in the university, but after that, I'm bringing work home. So, like, yes, I am with the family in the choice change. I am with the family. I am there around. But I have my laptop and then I'm doing my marking and all of that. അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. So, I'm with them എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ല. It's like, physically you are there. But even weekends, I used to mark and everything and do work related contents and things like that. I'm fortunate my husband, he's very good at cooking and he likes to do that. When he other concentrated the time. But when I really needed an additional source of income, I didn't know how, that's when I found this amazing platform. The amazing platform കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും I always had the doubt whether I'll do it. But I had to find time because I needed to do it. പക്ഷെ ഞാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും it taught me lots of things. So along with personal growth, it taught me self-discipline, and it also taught me how to manage my time. And I don't know how it all came out. It's the a mindset, I think. You from a fixed mindset you come into a growth mindset and you are accepting the changes. അത് ഗ്രോ ചെയ്യാനുള്ള ബിക്കോസ് ആ കമ്മ്യൂണിറ്റി എപ്പോഴും ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So with that, I think ആദ്യം I used to think I will work on my business when I get time. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. When will I work for my business? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. So I give time for it. So 9 to 5 Monday to Friday എൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. ഒരു 1 hour ഞാൻ ബിസിനസ്സിന് വേണ്ടി കൊടുക്കും. So creating contents and things like that. Before I go, I set everything for that whole day. Then I'll go to work. 9 to 5, I spend time with my university, with my students, whatever I have to do, that work. And then once I come home, it's family time. So I just spend time with my husband. Or if we have to go out and with the boys, whatever we need to do, I do that. And then before going to bed, like 9 to 10, I try to catch up with anything that I need to do. പിന്നെ എന്തെങ്കിലും കുറെ എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഞാൻ ആൻസർ ചെയ്യും. പിന്നെ എന്തെങ്കിലും ട്രെയിനിങ് വെബിനാർസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. പിന്നെ ഇതിന്റെ ബെസ്റ്റ് one of the things, and I think you all will agree with me, ഇതെല്ലാം ഒരു ഓട്ടോമേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. So once I close my laptop, I go to bed, everything is still working for me, isn't it? So that's the beauty of it. So അങ്ങനെ ഞാൻ ഇപ്പൊ കുറെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയി ഞാൻ ടൈം മാനേജ്മെന്റ് പഠിച്ചു. And I think it's going very well for me. So that strict discipline is working and it has changed my mindset and I'm learning every single day and how I look at life has changed. So yeah, so that's what I would like to say. So the time management, it's not difficult if you know how to manage it, how to balance life, personal life, family and online business. If you can actually do all of that together without compromising anything. Thank you, Manju. Okay, thank you so much, CB. You explained it very well because the way that you shifted from the regular job wise to the business woman, it's entrepreneurship. That's the best way you changed it, and the way that you disciplined. Because നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ഡിസിപ്ലിൻ ആകണമെന്ന് അറിയാം, പക്ഷെ we don't know how. അതും നമ്മൾ ഈ ബിസിനസ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല, നമ്മളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നും ആ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെ കൊണ്ടുവരണമെന്നും ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ ആരോടും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. ദേ ഹാഡ് ടു കം and see how this works, and you have to come with a positive mindset. All right, so thank you so much, CB. So let me ask Reshu, we call her Reshu, her name is Reshma. So yeah, Reshu, how do you manage your business and the house life, because you are a full-time mom and working full-time in a business, and then not full-time, it's part-time in the business. So how do you manage all?
താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വിഷയം തന്നെ എനിക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ പേര് രേഷ്മ. ഞാൻ കാനഡയിൽ വന്നിട്ട് 5 വർഷമാവുന്നു. ഹസ്ബൻഡും 5 വയസ്സുള്ള ഒരു മകനും ഉണ്ട്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു എക്സ് ബിം ടെക്നീഷ്യൻ ആണ്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഫാമിലി ആയിട്ട് ഒരു ടൈമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഞാൻ പോകുന്നത് ഒരു 7 o'clock മോർണിംഗ് 7 o'clock പോകും. തിരിച്ച് വരുന്നുണ്ടാവുന്ന ഒരു 7:45 സമയം, ആ ഒരു 7:45 എന്നൊരു ടൈമിലായിരിക്കും രാത്രി. അപ്പൊ വരുന്ന സമയത്ത് മോൻ 3 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ആള് 3 മണിക്ക് വന്നിട്ട് കുറെയൊക്കെ അവന് തന്നെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അത് കാരണം അവൻ കിടന്ന് ഉറങ്ങും. അപ്പൊ ഞാൻ വരുമ്പോ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ഒന്നുകിൽ മോൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും, ഹസ്ബൻഡ് വർക്ക് തന്നെ ചെയ്യുന്നുണ്ടാവും. എനിക്ക് വരുന്നതേ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും, എക്സോസ്റ്റ് ആയിട്ട് ഭയങ്കര ടയർഡ് ആയിട്ടായിരിക്കും വരിക. വന്ന പാടെ എനിക്ക് വെറുതെ ദേഷ്യം വരിക, ഒന്നും ശരിയായിട്ടില്ല, ഞാൻ ചെയ്യുന്ന പോലെ ആയിട്ടില്ല എന്ന് ഹസ്ബൻഡിനോട് പറയുക. ഇങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഫാമിലി ടൈം വേണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ. കാരണം മോന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോൻ എപ്പോഴും സിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പൊ കാരണം ഇതെല്ലാം കണ്ടിട്ടും തലവേദന വരാൻ തുടങ്ങിയപ്പോ എനിക്കും പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വരും. ഭയങ്കരമായിട്ടും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലിരിക്കാം എന്ന് ഓർത്തപ്പോഴാണ് ഈ ഓൺലൈൻ ബിസിനസ് എന്നുള്ള സംഭവത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിലേക്ക് എത്തിയപ്പോൾ ഒരു വലിയൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായത്. കാരണം എനിക്ക് കുറെ കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നൊരു സംഭവം വന്നു. അതല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് മാറി മറിഞ്ഞത് എനിക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കാരണം തലേന്ന് തന്നെ നമ്മളിപ്പോൾ ഉറങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കും ബിസിനസ്സിന് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ നാളെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് തന്നെ ആയിരിക്കും നമുക്ക്. ബിസിനസ്സിൽ ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് ഫാമിലിക്ക് വേണ്ടി നാളെ നമ്മൾ എന്ത് ചെയ്യണം, നാളെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ തന്നെ ആയിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ എനിക്ക് വന്നത് എനിക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ ആ ഒരു ജോബ് കിട്ടിയതിനു ശേഷം ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് ഇടയിൽ എനിക്കൊരു 6-7 മാസം ഉണ്ടായിരുന്നു. ആ മാസങ്ങളിൽ ഞാൻ ചെയ്തിരുന്നത് വെറുതെ ഇൻസ്റ്റാഗ്രാം നോക്കുക, ഫേസ്ബുക്ക് കാണുക, യൂട്യൂബിൽ പലരുടെയും കുടുംബവിശേഷമൊക്കെ കണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ സമയം. അങ്ങനെ എന്റെ ടൈം പോകുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇന്നതിൽ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഒന്നിലും അങ്ങനെ ഇല്ല. നാട്ടിൽ വിളിക്കുക, സംസാരിക്കുക, ഇത് തന്നെയായിരുന്നു എന്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിസിനസ് വന്നപ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾക്കറിയാം നമുക്ക് കിഡ്സും ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഒട്ടും അൺപ്രഡിക്റ്റബിൾ അല്ല. നമ്മളൊരു പ്ലാൻ നടത്തും, പക്ഷെ മോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം, പ്രയോറിറ്റിക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ബിസിനസ് എനിക്ക് ഇങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണം, ഇന്ന കാര്യങ്ങളായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. മോൻ ഉറങ്ങുന്നതിന് മുന്നേ അവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ ഇന്ന കാര്യങ്ങളുണ്ട്, അത് ആ സമയത്ത് ചെയ്യാം. അവൻ എണീക്കുന്നതിന് മുന്നേ ദിവസം അവൻ ഉണരുന്ന സമയം എനിക്ക് അറിയാലോ, അപ്പൊ ആ ഒരു ടൈമിന് മുന്നേ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു വെക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഓരോ കാര്യങ്ങളിൽ എനിക്ക് ഒരു പ്രയോറിറ്റീസ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഫാമിലിക്ക് വേണ്ടി എനിക്കപ്പോൾ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. കാരണം മോനും ഹസ്ബൻഡ് ഓഫീസിലും മോൻ സ്കൂളിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു 3 to 4 hours കിട്ടുന്നു. ആ അവേഴ്സിൽ എന്റെ കാര്യങ്ങൾ ഇങ്ങനത്തെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സിബി പറഞ്ഞതുപോലെ നമ്മുടെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലായാലും, അതല്ല നമുക്കിപ്പോ എന്തെങ്കിലും മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല നമുക്ക് കുറച്ച് ഫോൺ കോൾസ്, നമുക്ക് നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേറ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ള കുറെ സമയങ്ങളൊക്കെ ഇങ്ങനെ ആ ടൈമിൽ ആ ടൈമിൽ ഞാനത് ഫോക്കസ് ചെയ്ത് അത് അന്നേരം ചെയ്യാൻ തുടങ്ങി. ബാക്കി എനിക്ക് സമയം ഫുൾ കിട്ടുന്നില്ല. അപ്പൊ മോൻ 3 മണിക്ക് വരുന്നു, അന്നേരം മുതൽ ഞാനും അവനും കൂടെ ഒന്നെങ്കിൽ പാമ്പും കെട്ടയോ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് ഒക്കെ കളിച്ച് അവന്റെ കൂടെ അവന് ഫുഡ് കൊടുക്കുക, അവന്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ ഇപ്പൊ ഒരു വേറൊരു ലൈഫാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ ഡിസ്ട്രാക്ഷൻസ് കുറെ ഞാൻ ലിമിറ്റ് ചെയ്തു. ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഫോക്കസ്ഡ് ഒരു കുറച്ച് സമയം കിട്ടുന്ന ആ ടൈമിൽ ഇന്നത് ചെയ്യണം എന്ന് ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ എനിക്ക് ആ കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കും, ഇന്ന സമയത്ത് എനിക്ക് ഇത് ചെയ്യാം, ഹസ്ബൻഡ് പോകുന്ന സമയത്ത് എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടി ആ ടൈം എനിക്ക് യൂസ് ചെയ്യാം, മോനുള്ള സമയത്ത് എങ്ങനെ ചെയ്യാം, അവൻ കുറച്ചു നേരം TV കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതായാലും എല്ലാത്തിനും നമുക്ക് നമ്മുടെ ടൈം വെരി പ്രഷ്യസ് അല്ലേ. നമുക്ക് ഓരോ കാര്യത്തിനായിട്ട് നമ്മുടെ ടൈം യൂസ് ചെയ്യുന്ന ആ ടാസ്കുകൾ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി, ബാക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന സമയത്ത് ഇന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ ഒത്തിരി ടൈം കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ള ഒരു
ഹാപ്പി തിങ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഞാൻ പഠിച്ചു. കാരണം ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു ടൈം ഞാൻ കണ്ടിരുന്ന ആളല്ല. ഇപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഓപ്ഷണൽ ആണെന്ന് ആരും വിചാരിക്കുക. അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ് ആണ്. നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കുന്നത്. നമ്മളിപ്പോ ഹസ്ബൻഡിന്റെ കാര്യം അല്ലെങ്കിൽ മക്കളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ടൈമും ഞാൻ കണ്ടുവരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. റെസ്റ്റ് എടുക്കാനുള്ള ടൈം ആയാലും എന്റെ വർക്ക്ഔട്ടിന്റെ ടൈം ആയാലും, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യേണ്ട ടൈം ഇതാണ്, അല്ലെങ്കിൽ ഇവരെ കൂടി ഇരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എൻജോയ്മെന്റ്. അങ്ങനെ പിന്നെ TV കാണാൻ നമ്മളിപ്പോ മൂവീസ് ഫ്രൈഡേ നൈറ്റ് മൂവിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ഒരു ദിവസമായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഷെഡ്യൂൾ എന്നല്ല, പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ മാറ്റി വെക്കാൻ തുടങ്ങി. ഇന്ന കാര്യങ്ങൾ ഇന്നായിട്ട് അങ്ങനെ മാനേജ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ചെയ്യുമ്പോഴേ എന്റെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഞാൻ ഒരു ബെറ്റർ മോമാണ്, പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ബിസിനസ് വുമൻ ആണ്, ഫുൾ ടൈം ബിസിനസ് വുമൻ ആണ്. അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു. ചില ദിവസങ്ങളിൽ എന്റെ പ്ലാൻ തെറ്റിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ് നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടെയാണ് തരുന്നത്. ഇപ്പൊ ഞാൻ ആക്റ്റീവായിട്ട് ആ സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഏണിംഗ് അവിടെയാണ് ഉള്ളത്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് അതും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത്. കാരണം ഇപ്പൊ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഒരു ദിവസം വർക്കിന് പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം വർക്കിന് പോകാൻ പറ്റിയ ഒരു 5-6 ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 5-6 ദിവസം ലീവ് എടുത്താൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കാര്യം അവിടെ നടക്കുകയാണല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുവഴി ഞാൻ ഓരോ ദിവസവും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഡൂയിങ് ദ ബെസ്റ്റ് ആൻഡ് ദാറ്റ്സ് ഇനഫ്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. You welcome, Reshu. You explained you are the best version of yourself now. You are so enthusiastic. എല്ലാ ദിവസവും ഭയങ്കര enthusiastic ആയിട്ട് പുതിയ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, prioritize ചെയ്തിട്ടുണ്ട്. I am happy to hear that. Okay, so let me ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്കൊരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞാൻ ഐ എം റിയലി ടയേർഡ്, ഐ കനോട്ട് ഡു എനിത്തിങ്. ഞാൻ എന്റെ കൊച്ചിനെ നോക്കാൻ പോലും എനിക്ക് ചില സമയത്ത് സമയം കിട്ടാറില്ല. ഓൾറെഡി നമ്മൾ ഫുൾ ടൈം ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മക്കളുടെ കാര്യവും ഫാമിലി കാര്യവും ഒന്നും അധികം നോക്കാൻ പറ്റില്ല. ആകെ കിട്ടുന്ന 2 വീക്കെൻഡിലെ 2 ദിവസത്തിലാണ് നമ്മൾ ഫാമിലി മുഴുവൻ കാച്ചപ്പ് ചെയ്യുന്നത്. അപ്പൊ അപ്പോഴും നമ്മൾ പറയും സമയമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ ഇറ്റ്സ് അമേസിങ്. നമുക്ക് എന്താ പറയാ, നമുക്ക് വി ആർ പ്രിയോറിറ്റൈസിങ് അവർ ടൈം ആൻഡ് ദെൻ വി ആർ ഡൂയിങ് ഇറ്റ് വെരി നൈസ്ലി. ലൈക്ക് എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന പോക്കറ്റ്സ് ഓഫ് ടൈം, ഞാൻ എന്റെ ലഞ്ച് ടൈമിൽ, എന്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന ടൈം, അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നേക്ക് മുമ്പുള്ള കുറച്ച് ടൈം, അതിനൊക്കെ ഞാൻ ബിസിനസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും വൈസ്ലി. ലൈക്ക് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട്, റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാൻവ, പിന്നെ ക്യാപ്കട്ട്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എല്ലാം നമുക്കെല്ലാം ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഫുൾ ടൈം ആയിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും എന്നുവെച്ചാൽ നമ്മൾ ഉറങ്ങണ സമയത്തും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നോൺ സ്റ്റോപ്പ് നമ്മുടെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് ഈവൺ ഇമെയിൽസ് വരെ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കധികം ടൈം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഈ ബിസിനസിന്റെ ബാക്ക് ബോൺ. അത് നമ്മൾ ഈ ബിസിനസ് നമ്മൾക്ക് ഈസി ആയിട്ട് എവിടെ ഇരുന്ന് വേണേലും എപ്പോൾ വേണേലും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എന്റെ ലൈഫിൽ ഞാൻ ഓർഗനൈസ് ചെയ്തത്, ഞാൻ ലൈഫിൽ വളരെയധികം ഡിസിപ്ലിൻഡ് ആക്കി. കാരണം ജേർണലിംഗ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ബിസിനസ്. ബുക്ക് റീഡിങ്സ്, ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ കുറെ ലോങ് പോകും. ദി മാജിക് എന്ന് പറഞ്ഞൊരു ബുക്ക്, അത് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഐ എം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ് നൗ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും, ഇപ്പൊ സിബി ആയാലും രേഷു ആയാലും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ്. ഞങ്ങൾ എല്ലാവരും ഈ ബുക്ക് വായിച്ചവരാണ്. അതിൽ നിന്ന് കിട്ടുന്ന ചേഞ്ചസ്, നമ്മൾക്ക് കുറെ നോൺസെൻസ് തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. നമ്മൾ ചേഞ്ച് വരുത്തുകയാണ് ചെയ്തത്. പിന്നെ ജേർണലിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ്ഫുൾനെസ്, നമുക്ക് താങ്ക്സ് പറയണം എപ്പോഴും. അതാ ഒരു ജേർണലിംഗ്. നമ്മൾ ഏർലി മോർണിംഗിലും എൻഡ് ഓഫ് ദി ഡേയും നമ്മൾ ജേർണലിംഗ് ചെയ്യും. അപ്പൊ ആ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മോർണിംഗ് നമുക്ക് ഫോർ ദ ഡേ വി പ്രിപ്പയറിംഗ് അവർ ഡേ ടു ബി എ നൈസ് ഡേ.
we all need positivity. അതിനാണല്ലോ നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. അതേമാതിരി എൻഡ് ഓഫ് ദി ഡേ വി റൈറ്റ് ദ ജേർണലിംഗ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഡേ ആൻഡ് മേക്ക് എ ഗുഡ് സ്ലീപ്പ്. നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇസ് അബ്സോർബിങ് ലോട്ട് ഓഫ് ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ബ്രെയിൻ നമ്മൾ ഒരു അൺകോൺഷ്യസ് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത്. അപ്പൊ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഫാമിലിക്ക് ടൈം കണ്ടെത്തുന്നുണ്ട്. ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ബിസിനസ്സിന് ടൈമുണ്ട്, നമ്മുടെ വർക്കിന് ടൈമുണ്ട്, എല്ലാം നമ്മൾ വെരി ഓർഗനൈസ്ഡ് ആൻഡ് വി ഡൂയിങ് ഇറ്റ് വെൽ. സോ this is a very good business, and ഞാൻ wind up ചെയ്യാണ് കാരണം it is really taking longer. So guys, if you are anybody is interested to know about this business, it's not only for the financial freedom, it's for your life, it's for your change. നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതല്ല, ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് കുറെയൊക്കെ ചെയ്യാൻ പറ്റും. We are able to do lot of things. Just come and check it out. If you are interested, join us. So you can see everybody's website over here, so you can register in anybody's website, and then we can be your mentor and we can be helping you. We help you all the way until you getting successful. Okay, so that's it for today. Bye bye everyone. Bye. Bye. Thank you. Thank you so Thank much. you.